ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കിന്ന് ഡീൽസാൾഡ റിയാക്ഷന്റെ നെക്സ്റ്റ് സൈക്ലോഡീഷന്റെ ഒരു നെക്സ്റ്റ് പാർട്ടാണ് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്. ഓക്കെ, നമ്മൾ പെരിസൈക്ലിക് റിയാക്ഷൻസിന്റെ 3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് ഇലക്ട്രോസൈക്ലിക്, ദെൻ സൈക്ലോ അഡീഷൻ, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്. ഓക്കെ, അപ്പോ ഈ ഇവിടെ നമുക്ക് പേരിൽ തന്നെ ഉണ്ട്, ഒരു റീഅറേഞ്ച്മെന്റ് ആണ് നടക്കുക. എന്തിന്റെ റീഅറേഞ്ച്മെന്റ് ആണ് നടക്കുക? ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് അവരുടെ പൊസിഷനിൽ ഒരു ചേഞ്ച് വരുന്നു. അതാണ് ഇവിടെ റീഅറേഞ്ച്മെന്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഓർഡറിനുള്ള ചേഞ്ച്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിളില് ഇവിടെ ഈ ഫസ്റ്റ് പൊസിഷനിലായിരുന്നു നമ്മുടെ ഡി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഗ്രൂപ്പ്. നമ്മൾ ഈ ഗ്രൂപ്പിനെയാണ് റീഅറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗ്രൂപ്പിനെ നമ്മൾ എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്യുക എന്ന് വെച്ചാല്, അവരുടെ ആ ഫസ്റ്റ് പൊസിഷനിൽ നിന്നും അതിനെ ഞാൻ ഒരു തേർഡ് പൊസിഷനിലോട്ട് എന്ത് ചെയ്യുന്നു? റീഅറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോ അവിടെ നടക്കുന്നത് നമ്മൾ പഠിച്ച സൈക്ലിക് ഷിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസ് തന്നെയാണ് ഇവിടെ നടക്കുക. അപ്പോ ഇവിടെ എന്ന് വെച്ചാല് ഡബിൾ ബോണ്ടുകളെല്ലാം സിംഗിൾ ബോണ്ട് ആകും, സിംഗിൾ ബോണ്ട് എല്ലാം ഡബിൾ ബോണ്ട് ആകും. ഓക്കെ, അങ്ങനെയാണല്ലോ ഷിഫ്റ്റ് നടക്കുക എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് എന്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു? സിംഗിൾ ബോണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഒന്ന് എഴുതി കാണിക്കാം. ഓക്കെ, ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. CH2 ഡബിൾ ബോണ്ട് CH2 ഇവിടെയാണ് നമ്മുടെ ഡി ഗ്രൂപ്പ്. ഇതിൽ നമ്മൾ സിഗ്മാട്രോപിക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഒരു അലൈലിക് കാർബൺ ഇവിടെ റിക്വയർഡ് ആണ്. ഒരു അലൈലിക് കാർബൺ ഉള്ള ഗ്രൂപ്പിലാണ് ഇവിടെ ആ ഗ്രൂപ്പിലെ അലൈലിക് കാർബണിലെ ഗ്രൂപ്പാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. സോ അലൈലിക് കാർബൺ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് റിക്വയർമെന്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ അലൈലിക് കാർബൺ അല്ലെ. ഒരു ഡബിൾ ബോണ്ടിന് അടുത്ത് കിടക്കുന്ന ഒരു സിംഗിൾ ബോണ്ടിലെ കാർബൺ ആണ് നമ്മൾ അലൈലിക് കാർബൺ എന്ന് പറയുക അല്ലെ. ഇനി ആ ഡബിൾ ബോണ്ടിൽ തന്നെയുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ വിനൈലിക് ഗ്രൂപ്പ് എന്ന് പറയും. ഇപ്പൊ എനിക്കിവിടെ വേണ്ടത് അലൈലിക് കാർബൺ ആണ്. അലൈലിക് കാർബൺ എന്ന് വെച്ചാൽ ഒരു ഡബിൾ ബോണ്ടിന് അഡ്ജസന്റ് ആയിട്ട് ഒരു സിംഗിൾ ബോണ്ട് വേണം. ആ സിംഗിൾ ബോണ്ട് ഉള്ള തൊട്ടടുത്ത ഈ കാർബൺ ആണ് നമ്മുടെ അലൈലിക് കാർബൺ. ഓക്കെ, ഈ അലൈലിക് കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഡി ഗ്രൂപ്പ് ആണ് എന്ത് ചെയ്യുക? മൈഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അത് എവിടേക്കാണ് മൈഗ്രേറ്റ് ചെയ്യുക? അതാണ് നമുക്ക് വേണ്ടത്. എവിടേക്കാണ് ഇത് മൈഗ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ ഒരു ഡബിൾ ബോണ്ട് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആകും, സിംഗിൾ ബോണ്ട് ഡബിളും ആകും. പിന്നെ ഇവർ തമ്മിലുള്ള ഈ കണക്ഷൻ ഇല്ലേ, ആ ബോണ്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് അപ്പൊ അത് ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ ഇലക്ട്രോൺ ഡി എടുക്കും. അപ്പൊ ഇവർക്ക് നെഗറ്റീവ് ചാർജ് ആകും. ഓക്കെ, ദെൻ ഇവിടെ ഇലക്ട്രോൺ പോയതാണ് ഈ കാർബണിൽ. ഈ കാർബണിൽ ഇലക്ട്രോൺ പോയി. അപ്പൊ അത് എന്തായിട്ട് മാറും? പോസിറ്റീവ് ചാർജ് ആയിട്ട് ഇത് മാറും. ഓക്കെ, ഇത് പോസിറ്റീവ് ചാർജ് ആകും, ഈ ഡി എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആകും. അപ്പൊ നെഗറ്റീവ് ടു പോസിറ്റീവ് കണക്ഷൻ. അപ്പൊ ഈ ഡി എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? ഈ കാർബണിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോ ഇനി എന്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ വരും? ഈ കാർബണിലേക്ക് നമ്മുടെ ഡി ഗ്രൂപ്പ് ഷിഫ്റ്റ് ആയി. അതുപോലെ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയി, സിംഗിൾ ബോണ്ട് എന്തായി? ഡബിൾ ബോണ്ടും ആയിട്ട് മാറി. ഓക്കെ, ഇതാണ് എന്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിന് ഈ സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റിന് ഒരു നെയിമിംഗ് കൊടുക്കണം. ഓക്കെ, ആ നെയിമിങ്ങിനാണ് നമ്മൾ ഇനി നെക്സ്റ്റ് എങ്ങനെയാണ് നെയിം കൊടുക്കുക. അതിനായിട്ട് നമ്മുടെ പഴയ റിയാക്ടന്റ് തന്നെ എടുത്തു, ഡി. ഇവിടെ ഡബിൾ ബോണ്ട് ആണ്. ഓക്കെ, ഈ അലൈലിക് കാർബൺ ഉണ്ടല്ലോ, ഈ കാർബണിന് നമ്മൾ 1 എന്ന് കൊടുക്കുക. അതായത് സിംഗിൾ ബോണ്ടഡ് ആയിട്ട് കിടക്കുന്ന ഈ കാർബണിനാണ് നമ്മൾ 1 കൊടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് 2, ദെൻ 3. ഓക്കെ, ദെൻ നമ്മുടെ ആ ഗ്രൂപ്പിന് അവർക്കും 1 തന്നെ കൊടുക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ വേറെ ഇപ്പോ ഡി അല്ലാതെ ഒരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് വേണമെങ്കിൽ CH3 CH2 അങ്ങനെയൊക്കെ പറഞ്ഞ് പോവാണെങ്കിൽ ഇതിന്റെ നമ്പർ എങ്ങനെയാ? 1, ഇതിന് 2, 3 അങ്ങനെ ഇത് പോകാം.
ഇതിപ്പോ ഞാനൊരു ജനറൽ കേസ് ആയിട്ട് DN ആണ് ഇവിടെ എടുത്തത് അല്ലെ. അപ്പൊ DN എടുത്തപ്പോൾ ആ അലൈലിക് കാർബണിന് നമ്മൾ 1 കൊടുത്തു. അതുപോലെ തന്നെ തൊട്ട് താഴോട്ടുള്ള സെയിം ബോണ്ടിൽ നിൽക്കുന്ന ആ ഗ്രൂപ്പിന് നമ്മൾ എന്ത് കൊടുക്കുക? 1 തന്നെ കൊടുക്കുക. ഓക്കെ, ഇനി ഏത് ഗ്രൂപ്പാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് പൊസിഷനുള്ള ഗ്രൂപ്പാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഇത് എങ്ങോട്ടാണ് മൈഗ്രേറ്റ് ചെയ്യുക? തേർഡ് പൊസിഷനിലോട്ടാണ് മൈഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ നെയിം കൊടുക്കുന്നത്. 1,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ് ഈ ഒരു എക്സാമ്പിൾ. ഓക്കെ, അതെങ്ങനെ വന്നതെന്ന് മനസ്സിലായില്ലേ? ആ ഏത് ഗ്രൂപ്പാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത് ആ ഗ്രൂപ്പിന്റെ നമ്പർ ഫസ്റ്റ് എഴുതും, ദെൻ കോമ, അത് എങ്ങോട്ടാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത് ആ കാർബണിന്റെ നമ്പറാണ് നമ്മൾ നെക്സ്റ്റ് എഴുതുക. അപ്പൊ ഇത് ഏതാണ്? തേർഡ് കാർബണിലോട്ടാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഇതിന്റെ പേര് 1,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്. ഓക്കെ അല്ലേ? നെയിമിങ് കൊടുത്തു. 1,3 മാത്രമല്ല, ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. വേറൊരു എക്സാമ്പിൾ കാണിക്കാം. ഓക്കെ, ഇതിപ്പോ CH2 ഡബിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് CH2R. ഓക്കെ, ഈ ഒരു കേസിൽ ഇവരുടെ നെയിമിങ് എങ്ങനെയാ കൊടുക്കുക? നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് അലൈലിക് കാർബണിനാണ് നമ്പർ 1 കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ അലൈലിക് കാർബൺ എന്ന് പറഞ്ഞ ഈ കാർബൺ അല്ലേ, നമ്മുടെ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത അലൈലിക് കാർബൺ. ഇപ്പുറത്തോട്ടും അലൈലിക് കാർബൺസ് ഉണ്ട്, പക്ഷെ നമ്മുടെ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത അലൈലിക് കാർബൺ വേണം നമ്മൾ നോക്കാൻ. ഡബിൾ ബോണ്ടിന് തൊട്ടടുത്തുള്ള സിംഗിൾ ബോണ്ടിലെ കാർബൺ, അതിന് നമ്മൾ 1 കൊടുത്തു. ദെൻ 2, 3, 4, 5. ഓക്കെ, ഇനി നമ്മുടെ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത നമ്പർ എത്ര? 1 തന്നെയാണ് അല്ലെ. ഇനി നമ്മൾ നെക്സ്റ്റ് പറഞ്ഞ എന്താണ്? ഇവിടെ പൈ ഇലക്ട്രോൺസിന്റെ ഷിഫ്റ്റ് നടക്കും എന്നല്ലേ പറഞ്ഞത്? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തിട്ട് 6 ആ ഇലക്ട്രോൺസിനെ എടുത്തോണ്ട് പോയി. ദെൻ അപ്പോൾ ഇവിടുന്നുള്ള പൈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഇവിടുന്നുള്ള പൈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ സിംഗിൾ ബോണ്ട് എല്ലാം ഡബിൾ ബോണ്ട് ആയി മാറി, ഡബിൾ ബോണ്ട് എല്ലാം സിംഗിൾ ബോണ്ടുമായിട്ട് മാറി. ഈ 6 എന്ന് പറയുന്നത് ഇപ്പൊ നെഗറ്റീവ് ചാർജ് അല്ലേ. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് പോയിരിക്കുന്നത് ഈ 5th പൊസിഷനിലല്ലേ ഇലക്ട്രോൺസ് ഇല്ലാതെ പോസിറ്റീവ് ആയിട്ട് നിൽക്കുക. അപ്പൊ ഈ 6 എങ്ങോട്ട് വന്ന് ഷിഫ്റ്റ് ചെയ്യും? ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ പേര് എന്തെന്ന് പറയും? 1,5 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്. ഇത് ഞാൻ ജസ്റ്റ് നെയിമിങ് പഠിക്കാൻ വേണ്ടി കാണിച്ചു തന്നാണ് കേട്ടോ. 1,5 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റിന് എക്സാമ്പിൾ ആണ് ഇപ്പൊ ഞാൻ കാണിച്ചത്. അതുപോലെ 3,3 സിഗ്മാട്രോപിക് ഉണ്ട്, 2,3 സിഗ്മാട്രോപിക് ഉണ്ട്. അങ്ങനെ പല സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്സും ഉണ്ട്. ഓക്കെ ഓക്കെ, ദെൻ നെക്സ്റ്റ്, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്സ് പോസിബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് CH2 ഡബിൾ ബോണ്ട് CH2, ഇതിന്റെ തൊട്ട് താഴെയുള്ള ഗ്രൂപ്പ് CH2 CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ, ഈ ഒരു കേസ് നോക്കുക. ഇതൊരു അലൈലിക് കാർബൺ ആണ് ഇത് അല്ലെ. ഇതിന് ഞാൻ നമ്പർ 1 കൊടുക്കുവാണ്. ഈ അലൈലിക് കാർബണ് നമ്പർ 1, ദെൻ 2, ദെൻ 3. തൊട്ട് താഴോട്ട് നോക്കുമ്പോൾ ഈ ഗ്രൂപ്പിന് 1, 2, 3. അപ്പൊ ഇവിടെ വെച്ചല്ലേ ബ്രേക്ക് സംഭവിക്കുക അല്ലെ. 1, 1 അലൈലിക് കാർബൺ അറ്റാച്ച് ചെയ്ത് അവിടെ ബ്രേക്ക് സംഭവിച്ചു. ബ്രേക്ക് സംഭവിച്ചിട്ട് ഇവര് ഈ ഇലക്ട്രോൺസിനെ എടുത്തു. ഓക്കെ ഓക്കെ, ഈ ഇലക്ട്രോൺസിനെ ഇവര് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ടാക്കി. ദെൻ ഇതിവിടെ ആയി. അപ്പോ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്നു അല്ലേ. നെക്സ്റ്റ് ഇവിടുത്തെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വന്നു. ഓക്കെ, അപ്പൊ ഈ നെഗറ്റീവും ഇവിടുത്തെ പോസിറ്റീവും തമ്മിലല്ലേ കണക്ഷൻ വരിക. അപ്പൊ അതൊരു തേർഡ് പൊസിഷനിലല്ലേ രണ്ടുപേരും നിൽക്കുന്നത്. അതൊരു 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണല്ലോ. ഓക്കെ അല്ലേ. അതായത് നമ്മള് എങ്ങനെയാണ് ഇവിടുത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്തത്? ഇവിടുത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ ഇത് റെപ്രസെന്റ് ചെയ്യാം. 3,3 സിഗ്മാട്രോപിക്കും ഉണ്ട്. ഇത് 2 ടൈപ്പ് സിഗ്മാട്രോപിക് ഒരേ സമയം നടക്കാം. അതിനൊരു എക്സാമ്പിൾ ആണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു, എന്നിട്ട് ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോ ഈ ഡബിൾ ബോണ്ട് CH2 വന്നു. അപ്പൊ അത് നെഗറ്റീവ് ചാർജ് ആയി. ഓക്കെ, ദെൻ ഇവിടുത്തെ 5 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഇതിവിടെ എന്തായി? പോസിറ്റീവ് ചാർജ് ആയി. അപ്പോ ഇത് തേർഡ് നമ്പർ ആണ്. അപ്പൊ ഈ തേർഡ് പൊസിഷനിലുള്ള CH2 ആണ് ഈ തേർഡ് പൊസിഷനിലുള്ള CH2 വരിക. അപ്പൊ അതൊരു 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റിന് എക്സാമ്പിൾ ആണല്ലോ.
ഇനി അതിന്റെ പ്രൊഡക്റ്റ് എഴുതി കാണിക്കാം. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഓക്കെ നോക്കോളൂ. CH2 ഡബിൾ ബോണ്ട് CH CH ഡബിൾ ബോണ്ട് CH 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 ഇത്ര എടുത്താൽ മതി. പ്രൊഡക്റ്റ് എഴുതുമ്പോൾ സിംഗിൾ ബോണ്ടിന്റെ എല്ലാം ഡബിൾ ബോണ്ട് ആകും, ഡബിൾ ബോണ്ടിന്റെ എല്ലാം സിംഗിൾ ബോണ്ട് ആകും. അങ്ങനെ ഓർത്താൽ മതി. ഇത് നമുക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടിയത് 3,3 സിഗ്മാട്രോപിക്. ഇതുപോലെ തന്നെ വേറൊരു സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റും കൂടെ ആ സെയിം ക്വസ്റ്റ്യനിൽ നടക്കാം. CH2 ഡബിൾ ബോണ്ട് CH CH2 CH ഡബിൾ ബോണ്ട് CH2. അതായത് നമ്മൾ ഇവിടെ തന്നെ ബ്രേക്ക് ചെയ്തു. ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ്, അതിനൊന്നും ഒരു ചേഞ്ച് ഇല്ല. 1 2 3 ഇവർക്കൊന്നും ഒരു ചേഞ്ച് ഇല്ല. ഇവിടെ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ്. അപ്പൊ ഇത് മൈനസ് പൊസിഷൻ ആയില്ലേ? ഓക്കെ, ഇത് മൈനസ് ആയി. ഇത് ഇങ്ങോട്ടേക്ക് ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തു, അപ്പൊ ഇത് പ്ലസ് ആയി. അപ്പോൾ ഈ മൈനസും ഈ പ്ലസും കൂടെ തമ്മിൽ കണക്ട് ചെയ്യാലോ. ഇത് ഫസ്റ്റ് പൊസിഷനിലെ CH2 ഗ്രൂപ്പും തേർഡ് പൊസിഷനിലെ CH2 ഗ്രൂപ്പിലും തമ്മിൽ കണക്ട് ചെയ്ത് ഇതൊരു 1,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആക്കി മാറ്റാലോ, അല്ലെ? അതും ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ ബോണ്ടിലെ ഇലക്ട്രോൺസ് ഈ CH2ലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ അത് 1,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആകും. അല്ലെങ്കിൽ ഈ ബോണ്ട് തന്നെ നമ്മൾ ഇപ്പുറത്തെ ഈ ബോണ്ടിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഇവിടുത്തെ ഈ 1,2 ബോണ്ടിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആയി. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 1,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റും കണ്ടു, 3,3യും കണ്ടു. ഓക്കെ ഓക്കെ ഇത് കൂടാതെ നമ്മൾക്ക് 2,3 സിഗ്മാട്രോപിക് ഉണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, 2,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്. ഇപ്പൊ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ടും ഡീൽ ചെയ്യുന്നത് 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്സ് തന്നെ പല മോളിക്യൂൾസിൽ എടുക്കുമ്പോൾ അതിന് പല നെയിംസ് ആണ്. അപ്പൊ കുറെ നെയിം റിയാക്ഷൻസ് ആണ്, നെയിംഡ് റിയാക്ഷൻസ് ആണ് നമ്മൾ ഇത് മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് എന്താണെന്ന് കണ്ടു. അവിടെ ഒരു പൈ ബോണ്ട് ഷിഫ്റ്റ് ആണ് നടക്കുക. അതുകൂടാതെ ഒരു ഗ്രൂപ്പ് തന്നെ ഒരു ഫുൾ ഗ്രൂപ്പോട് കൂടി ഷിഫ്റ്റ് ചെയ്യുവാണ്. അവിടെ ഒരു ഇലക്ട്രോൺസ് മാത്രമോ ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ്, ഒരു എലമെന്റ് മാത്രമല്ല ഷിഫ്റ്റ് ചെയ്യുക. അവിടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെ മൈഗ്രേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഈ സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റിൽ നമ്മൾക്ക് ഇമ്പോർട്ടന്റ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ഒരു അലൈലിക് കാർബൺ അവിടെ മസ്റ്റ് ആണ്. ഓക്കെ, ആ അലൈലിക് കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ആണ് അവിടെ മൈഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു അലൈലിക് കാർബൺ ഇവിടെ ഒരു നെസസറി ആണ്. ദെൻ നമ്മൾ കണ്ടു, നമ്മൾ അതിന്റെ നെയിമിങ് കണ്ടു അല്ലെ. 1,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റിന്റെ എക്സാമ്പിൾ, 1,7 കണ്ടു, 3,3 അങ്ങനെ ഒരു നെയിമിങ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഓക്കെ, ദെൻ നമ്മൾ ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു റീഅറേഞ്ച്മെന്റിലോട്ട് പോവാണ്, ക്ലേസൺ റീഅറേഞ്ച്മെന്റ്. ക്ലേസൺ റീഅറേഞ്ച്മെന്റ്, ഇനി എല്ലാ നെയിമിങ് റിയാക്ഷൻസും ആണ് ഓർത്തിരിക്കുക. ഓക്കെ, ഈ ക്ലേസൺ റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ്. ഫസ്റ്റ് പോയിന്റ് ഓർത്തിരിക്കേണ്ടത് ഒരു 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ്. ഇത് ഏത് മോളിക്യൂൾസിലാണ് ഈ 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് നടക്കുക? ഇത് നമ്മൾക്ക് കാണുന്നത് ഒരു അലൈൽ വിനൈൽ ഈതേഴ്സിലായിരിക്കും. അലൈൽ വിനൈൽ അലൈൽ വിനൈൽ ഈതേഴ്സ്, അലൈൽ വിനൈൽ ഈതേഴ്സിലാണ് നമ്മൾ ഈ ക്ലേസൺ റീഅറേഞ്ച്മെന്റ് ഒബ്സർവ് ചെയ്യുന്നത്. ഓർത്തിരിക്കേണ്ടത് ഒരു 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ്. അലൈൽ വിനൈൽ ഈതർ അല്ലെങ്കിൽ ഫീനൈൽ അല്ലെങ്കിൽ അറൈൽ വിനൈൽ ഈതറിലും ഇത് കാണും. അലൈൽ ഗ്രൂപ്പിലും കാണും, അറൈൽ ഗ്രൂപ്പിലും കാണും. ഓക്കെ, അത് എന്താണ് അലൈൽ ഗ്രൂപ്പ്, വിനൈൽ ഗ്രൂപ്പ് എല്ലാം ഇത് മോളിക്യൂൾസ് ഏത് ടൈപ്പ് ആണെന്ന് റെപ്രസെന്റ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ റീഅറേഞ്ച്മെന്റ് പഠിക്കാം. ഓക്കെ, അലൈൽ ഗ്രൂപ്പ് നമ്മൾ പഠിച്ചായിരുന്നു. ഒരു ഡബിൾ ബോണ്ടഡ് കാർബൺ കാണും, അതിന് തൊട്ടടുത്തൊരു സിംഗിൾ ബോണ്ടഡ് കാർബണും കാണും. ഓക്കെ, ഈതർ എന്ന് പറയുമ്പോ ഇതൊരു ഡബിൾ ബോണ്ടഡ് കാർബൺ, തൊട്ടടുത്ത് സിംഗിൾ ബോണ്ടഡ് കാർബൺ. ആ ഒരു കാർബണിലാണ്
എന്ത് നമ്മുടെ ഈതർ ഗ്രൂപ്പ് വന്നിരിക്കുന്നത് ഓ ഗ്രൂപ്പ് ROR' അല്ലേ. ദെൻ ഒരു വിനൈൽ ഗ്രൂപ്പ് കൂടെ വേണം. വിനൈൽ എന്ന് പറയുന്നത് എന്താ? ഡബിൾ ബോണ്ടഡ് ഗ്രൂപ്പ് CH2 ഡബിൾ ബോണ്ട് CH2. ഇതാണ് ഇവരുടെ ജനറൽ ഫോർമുല. ഇങ്ങനൊരു അലൈൽ വിനൈൽ ഈതറിലാണ് നമ്മുടെ ക്ലേസൺ റീഅറേഞ്ച്മെന്റ് നടക്കുന്നത്. ഇനി എന്താണ് ആ റീഅറേഞ്ച്മെന്റ് എന്ന് നോക്കാം. ഓക്കെ, നോക്കോളൂ. ഇതാണ് എന്റെ വിനൈൽ ഗ്രൂപ്പ് ഈതർ. ഇതാണ് എന്റെ അലൈൽ ഗ്രൂപ്പ്. ഓക്കെ, നമ്മൾ എങ്ങനെയായിരുന്നു നെയിം കൊടുത്തത്? അലൈൽ കാർബൺ 1 എന്നല്ലായിരുന്നു കൊടുത്തത്. അതുപോലെ ഇത് അലൈൽ കാർബൺ 1, then 2, then 3. ഓക്കെ, ഇനി നമ്മുടെ അലൈൽ കാർബണിന് സെയിം ബോണ്ടിൽ കിടക്കുന്ന ആൾക്ക് നമ്മൾ 1 എന്നല്ലായിരുന്നു ഗ്രൂപ്പ് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ കൊടുത്തത്. ആ സെയിം പോലെ തന്നെ 1, 2, 3. ഓക്കെ, ഇനി ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് ഏതാ? 1-1 ബോണ്ട് അല്ലേ ബ്രേക്ക് ചെയ്തിരുന്നത്. ഓക്കെ, ആ ബോണ്ട് ബ്രേക്ക് ചെയ്തു. എന്നിട്ട് അവിടുത്തെ ഇലക്ട്രോൺസ് സിംഗിൾ ബോണ്ട് എന്താകും? ഡബിൾ ബോണ്ട് ആകും. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ദെൻ ഈ ഒരു ന്യൂ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി ഈ പൈ ബോണ്ടിനെ യൂസ് ചെയ്തു. അപ്പൊ ഈ പൈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആയില്ലേ? എന്താ ഇവിടെ നടന്നത്? 1-1 ബോണ്ട് ബ്രേക്ക് ചെയ്തു. എന്നിട്ട് ഈ ഓക്സിജനിലുള്ള ആ ബോണ്ട് നമ്മൾ 1-2 ബോണ്ട് ആക്കി മാറ്റി. അപ്പൊ 1-2 സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയി. ദെൻ 2-3 ഡബിൾ ബോണ്ടിലെ ഒരു ബോണ്ട് നമ്മൾ പുതിയ ബോണ്ട് ഫോം ചെയ്യാൻ, ഇവിടെ ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ദെൻ 3-2 ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തത് 1-2 പോയി. അപ്പൊ അത് ഡബിൾ ബോണ്ട് ആയി മാറി. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓക്സിജൻ ഇവിടെ, ദെൻ 3-3 ഇപ്പൊ പുതിയ ബോണ്ട് ഫോം ചെയ്തു. നമുക്ക് നമ്പർ കൊടുക്കുമ്പോൾ അതുകൊണ്ട് ക്ലിയർ ആവും. 1 ഇവിടെ ആയിരുന്നു, 2 ഇവിടെയും 3, ഇത് 3, 2, 1. ഇനി എന്താ ഡബിൾ ബോണ്ടിലും സിംഗിൾ ബോണ്ടിലും ചേഞ്ച് വന്നത്? ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ആയി. 3-3 പുതിയ ബോണ്ട് ഫോം ചെയ്തു. ദെൻ 3-2 ബോണ്ട് 1-2 ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. ഇതൊരു 3-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് അല്ലേ? അതായത് 3-ഉം 3-യും കൂടെയാണ് ഇവിടെ കമ്പൈൻ ചെയ്തത്. തേർഡ് പൊസിഷനിലാണ് രണ്ടുപേരും ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്തത്. ഇതൊരു 3-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ്. ഒരു അലൈൽ ഗ്രൂപ്പും ഒരു വിനൈൽ ഗ്രൂപ്പും ആണ്. ഇവിടുത്തെ മൈഗ്രേഷനും ക്ലിയർ ആയല്ലോ. 1-1 ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടുള്ള അവരെ ബോണ്ട് ബ്രേക്ക് ചെയ്യുക. ദെൻ സിംഗിൾ ബോണ്ട് എല്ലാം ഡബിൾ ബോണ്ട് ആക്കി എഴുതുക. ന്യൂ ബോണ്ട് 3-3 ഫോം ചെയ്യിക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമുക്ക് പ്രൊഡക്റ്റ് ഈസി ആയിട്ട് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഓക്കെ, ഇവിടെ ഒരു R ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നെയിമിങ് ചെയ്യണം. അലൈൽ കാർബൺ 1, then 2, then 3. തൊട്ടുമേളിലുള്ള ഗ്രൂപ്പിന് 1, then 2, then 3. 3-യും 3-യിലാണ് പുതിയ ബോണ്ട് ഫോം ചെയ്യേണ്ടത്. 1-1 ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഇവിടുത്തെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് കൊടുത്തു. അതായത് 3-3 പുതിയ ബോണ്ട് ഫോം ചെയ്തു. അവിടുത്തെ ഡബിൾ ബോണ്ട് 1-2 ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ഓക്സിജൻ 3 ഈ നമ്പർ ചെയ്ത് നോക്കാം. 1, 2, 3. ഇവിടുത്തെ 1, 2, 3. 1-2 ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്തു. ദെൻ ഇവിടുത്തെയും 1-2 പുതിയ ബോണ്ട് ഫോം ചെയ്തു. ഒരു മീഥൈൽ ഗ്രൂപ്പ് സെക്കൻഡ് പൊസിഷനിൽ. ഓക്കെ ആയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ക്ലേസൺ റീഅറേഞ്ച്മെന്റ് പറയുക. ദെൻ ഇനി ഇത് ഞാൻ അലൈൽ വിനൈൽ ഈഥർ അല്ലേ എടുത്തത്. ഇനി നെക്സ്റ്റ് ഒരു അറൈൽ വിനൈൽ ഗ്രൂപ്പിലാണെങ്കിൽ, ഒരു അറൈൽ ഗ്രൂപ്പാണ്, ഫീനൈൽ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും പ്രൊഡക്റ്റ്? ഓക്കെ, ഒരു അറൈൽ ഈഥർ നോക്കാം. വിനൈലിന് പകരം അവിടെ ആര് വരും? ഒരു അറൈൽ ഗ്രൂപ്പ് വരും. ഫോർ അലൈൽ ഗ്രൂപ്പ് മസ്റ്റ് ആണ്. ദെൻ വിനൈലിന് പകരം ഒരു അറൈൽ ഗ്രൂപ്പ് വരും. ദെൻ ഈഥർ. അപ്പൊ ഇതിന്റെ ഫോർമുല എങ്ങനെ ഇരിക്കും? ഇതിന്റെ സ്ട്രക്ചർ ഒരു ഫിനൈൽ ഗ്രൂപ്പ്, ഓക്കെ, ദെൻ ഈഥറിന്റെ ഓയ്, അലൈൽ ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എപ്പോഴും ചെയ്യേണ്ടത് നമ്പറിങ് ചെയ്യുക. നമ്മുടെ അലൈൽ കാർബൺ ഇതല്ലേ, ഡബിൾ ബോണ്ടഡ് കാർബണിന് തൊട്ടടുത്തുള്ള സിംഗിൾ ബോണ്ടിനോടുള്ള കാർബൺ 1, 2, 3. ഓക്കെ, അപ്പൊ നമ്പറിങ് ശ്രദ്ധിച്ചോണം. അലൈൽ ഗ്രൂപ്പ് നമ്മൾ നെയിം ചെയ്യുന്നത് ഈ ഡബിൾ ബോണ്ടഡ് കാർബണിലുള്ള ഈ സെക്കൻഡ് കാർബണിനല്ല,
തൊട്ടടുത്ത് സിംഗിൾ ബോണ്ടിൽ കിടക്കുന്ന ആ കാർബൺ വേണം 1 എന്ന് കൊടുക്കാൻ. ഓക്കെ, ആ നെയിമിങ് ശ്രദ്ധിക്കണം. ദെൻ ഓക്സിജന്റെ അവിടെ 1 കൊടുത്തു. ദെൻ 2, 3. ഓക്കെ, നമുക്ക് 3 സിഗ്മാട്രോപിക് അല്ലേ, ഇപ്പൊ 3 വരെ മതി. 4, 5, 6 നമുക്ക് നമ്പർ ഇട്ട് വേണേ പോകാം. നമുക്ക് 3 സിഗ്മാട്രോപിക് ആണ്, അത് ഓർത്ത് വെച്ചാൽ മതി. തേർഡ് കാർബണിലായിരിക്കും അവിടെ കണക്ഷൻ. അത് നോക്കിയാൽ നമ്മുടെ ആൻസർ പിന്നെ ശരിയായിക്കോളും. ഓക്കെ, ഇതൊരു തെർമലി അലൗഡ് ആണ്. തെർമലി അലൗഡ് ആണ്. നമ്മള് ഇവരുടെ FMO തിയറി വെച്ച് നോക്കുമ്പോൾ തെർമലി അലൗഡ് ആണോ ഫോട്ടോ കെമിക്കലി അലൗഡ് ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അവരുടെ സ്റ്റീരിയോ കെമിസ്ട്രി നമ്മൾ പിന്നെ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഹീറ്റിംഗ് കണ്ടീഷൻ ആണെന്ന് ഓർത്താൽ മതി. ഇത് തെർമലയാണ് നടക്കുക. ഇവിടെ എന്താ സംഭവിക്കുക നോക്കോളൂ. ഇവിടെ 1 ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഓക്സിജനിലോട്ട് ആ ബോണ്ട് കൊടുത്തു. ദെൻ ഇവിടെ ഈ തേർഡ് കാർബണിലോട്ട് നമ്മുടെ ബോണ്ട് വന്നു. ദെൻ ഇവിടെയോ 5 ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ നെഗറ്റീവ് ചാർജ് ആയി, ഇവർക്ക് അപ്പൊ പോസിറ്റീവ് ചാർജ് ആയി. അപ്പൊ ഇവര് തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത് വരയ്ക്കുമ്പോ എങ്ങനെ വരയ്ക്കാം? ഇവിടെ ഇനി ബോണ്ട് ഇല്ല, 1ഉം 1ഉം തമ്മിൽ ബോണ്ട് ഇല്ല. 1ഉം 2ഉം തമ്മിൽ ഡബിൾ ബോണ്ട് ആയി. 2ഉം 3ഉം തമ്മിൽ സിഗ്മ ബോണ്ട് ആയി. ഈ 3 വന്നാണ് ഈ 3യിൽ കണക്ട് ചെയ്യുന്നത്. ദെൻ 3യിലെയും 2യിലെയും ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയി. ഓക്കെ, അപ്പൊ ഇത് ഫൈനൽ പ്രൊഡക്റ്റ് ഞാൻ വരയ്ക്കുമ്പോൾ അത് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കുക. നിങ്ങൾ തന്നെ ഒന്ന് വരച്ച് നോക്കുക ആ പ്രൊഡക്റ്റ് എങ്ങനെ ആകും എന്ന്. ഓക്കെ, അപ്പൊ ഞാനിത് ഫൈനൽ പ്രൊഡക്റ്റ് എനിക്ക് വരയ്ക്കുമ്പോ ഇങ്ങനെ വരും. ഡബിൾ ബോണ്ടഡ് O ആയി. ഓക്കെ, ദെൻ തേർഡ് കാർബണിൽ മറ്റേ തേർഡ് കാർബൺ വന്നു. 3ഉം 2ഉം തമ്മിൽ ഇനി സിംഗിൾ ബോണ്ടേ ഉള്ളൂ. 1ഉം 2ഉം തമ്മിൽ ഡബിൾ ബോണ്ട്. ഞാൻ നമ്പറിങ് കൊടുക്കുന്നില്ല, നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു കീറ്റോൺ അല്ലേ, കീറ്റോൺ. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കീറ്റോ ഈനോൾ ടോട്ടോമറിസം. ഇതിന് ഒരു കീറ്റോ ഈനോൾ ടോട്ടോമറിസം എക്സിബിറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഈ ഒരു കാർബണിന്റെ വാലൻസി ഫില്ലായിട്ടില്ലായിരുന്നു, അപ്പൊ ഒരു ഹൈഡ്രജൻ കൂടെ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഹൈഡ്രജനിലെ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ ഡബിൾ ബോണ്ട് ഇവിടെ പോയി ഇത് O- ആകും. അപ്പൊ O- ആകുമ്പോൾ ഈ ഹൈഡ്രജൻ അതിന്റെ ഇലക്ട്രോൺസ് കൊടുത്ത് H+ ആയിട്ട് നിൽക്കുമല്ലേ, അത് എന്ത് ചെയ്യും? അവിടെ നമ്മുടെ O- ചെന്ന് OH ആയിട്ട് മാറും. കാരണം ഇതിന്റെ അറോമാറ്റിസിറ്റി നമ്മൾ നേരത്തെ കീറ്റോൺ നോക്കുമ്പോൾ അറോമാറ്റിസിറ്റി എന്താ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് അറോമാറ്റിക് ആവണമെങ്കിൽ ഇങ്ങനെ ഒരു ഡബിൾ ബോണ്ടോടെ വരണ്ടേ. അതിനുവേണ്ടിയാണ് അവർ കീറ്റോ ഇനോൾ ടോട്ടോമറിസം എക്സിബിറ്റ് ചെയ്യുന്നത്. കാരണം അറോമാറ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് അവർ അറോമാറ്റിസിറ്റി നമ്മൾ എന്താ 3 സിഗ്മാട്രോപിക്ക് കഴിഞ്ഞപ്പോൾ അവരുടെ അറോമാറ്റിസിറ്റി നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അവരുടെ സ്റ്റെബിലിറ്റി കുറയും. അപ്പോൾ ആ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി അവർ കീറ്റോ ഇനോൾ ടോട്ടോമറിസം എക്സിബിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ലാസ്റ്റ് കിട്ടുക. ഓക്കെ, അതായത് ഡബിൾ ബോണ്ട് OA എന്തായിട്ട് മാറി OH ആയി. ആ ഹൈഡ്രജൻ അവരുടെ ഇലക്ട്രോൺസ് കൊടുത്തിട്ട് പോയപ്പോൾ അതൊരു ഡബിൾ ബോണ്ടഡ് സിസ്റ്റം. ഇപ്പൊ ഇത് കംപ്ലീറ്റ്ലി അറോമാറ്റിക് ആയിട്ട് ഒരു സിസ്റ്റം നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ, അവിടെ ഒരു ഹൈഡ്രജൻ ഉള്ളത് കൊണ്ടാണ് എനിക്ക് എന്താണ് ഒരു പ്രൊഡക്റ്റ് അവിടെ ഇത് എനിക്ക് കിട്ടിയത് ഒരു ഓർത്തോ പ്രൊഡക്റ്റ് ആണ് അല്ലെ. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നല്ലോ, ഇത് ഇതാണ് എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റ്. OH ആയിരുന്നു, OH. ഓക്കെ, അപ്പൊ ഇവിടെ ഓർത്തോ പ്രൊഡക്റ്റ് ആണ് ഇവിടുത്തെ എനിക്ക് കിട്ടിയത്. ഇനി ഇതല്ലാതെ വേറൊരു ടൈപ്പ് റീഅറേഞ്ച്മെന്റ് കൂടി ഇവിടെ നടക്കാം. ഞാൻ പറഞ്ഞായിരുന്നു ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2 ടൈപ്പ് റീഅറേഞ്ച്മെന്റ്സ് പോസിബിൾ ആണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു നമ്മുടെ ഈ കീറ്റോൺ ഗ്രൂപ്പില് ഓർത്തോയില് ഹൈഡ്രജൻ എടുത്തത് കൊണ്ടാണല്ലോ എനിക്ക് ഓർത്തോ പ്രൊഡക്റ്റ് കിട്ടിയത്. ഇനി നേരെ മറിച്ച് ഡബിൾ ബോണ്ട് OA നമ്പർ കൊടുത്തു. ഇങ്ങനെയല്ലായിരുന്നു നമുക്ക് ഇതിനുള്ള കീറ്റോനോ ടോട്ടോമറിസം ചെയ്ത് ഹൈഡ്രജൻ മാറ്റി എടുത്തത്. ഓക്കെ, ഇതിൽ തന്നെ ഞാൻ ഒരു സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റോടെ നടത്തിക്കുവാണ്. അതായത് ഇതെന്റെ അലയിൽ കാർബൺ നമ്മൾ നോക്കുമ്പോൾ ഈ കാർബൺ ഡബിൾ ബോണ്ടഡ്, സോറി ഒരു കാർബണോട് മിസ്സായി പോയി. ഓക്കെ, ഇങ്ങനെയല്ലായിരുന്നു 1, 2, 3. ഓക്കെ, ഇതൊരു അലയിൽ കാർബൺ അല്ലേ, ഡബിൾ ബോണ്ട് അടുത്തുള്ള സിംഗിൾ ബോണ്ടിലുള്ള ഒരു കാർബൺ 2, 3 നമ്പർ കൊടുത്തു. ഇവിടെ വന്ന് 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു. ഒരു സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റോ ഞാൻ കീറ്റോയിനോൾ ടോട്ടോമറിസം ചെയ്യിക്കാതെ ഒരു സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റും കൂടെ ആ നേരത്തെ ചെയ്ത പ്രൊഡക്റ്റിൽ വെച്ച് ചെയ്യാൻ നോക്കുവാണ്. 1 ബോണ്ട് ബ്രേക്ക് ആകും, ഇവിടുത്തെ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. 2, 3 ഇങ്ങോട്ട് നമ്മുടെ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇത് നെഗറ്റീവ് ചാർജ് ആയി അല്ലേ. ദെൻ ഇവിടെ
നമ്മുടെ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഈ 3 പോസിറ്റീവ് ചാർജ് ആയി. ഓക്കെ, അപ്പൊ എഗെയിൻ ഈ പാരാ പൊസിഷനിൽ ഒരു നെഗറ്റീവ് ചാർജും ഇവിടുത്തെ ഈ പോസിറ്റീവ് ചാർജും കൂടെ കമ്പൈൻ ചെയ്താൽ ഇവിടെ ഒരു 3-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് എഗെയിൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്താൽ നമുക്കൊരു പാരാ പ്രൊഡക്റ്റ് അല്ലേ കിട്ടുക. അതായത് ഇത് ഫുൾ ഇവിടുന്ന് മാറിയിട്ട് നമ്മുടെ ഈ പാരാ പൊസിഷനിലുള്ള തേർഡ് കാർബണിലോട്ട് വരുവല്ലേ അല്ലെ? അങ്ങനെ ഒരു പോസിബിലിറ്റിയും ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു പോസിബിലിറ്റി നമ്മൾ നോക്കുക. ഡബിൾ ബോണ്ട് ഡോ വരുന്നു. ഇങ്ങനെ ഈ തേർഡ് പൊസിഷനിൽ വന്ന അവിടുത്തെ തേർഡ് കാർബൺ വന്നു 1,2ൽ ഡബിൾ ബോണ്ട്. ഓക്കെ, ഇതൊരു പോസിബിലിറ്റി അല്ലേ? ഇതും വീണ്ടും അറോമാറ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈ പാരാ പൊസിഷനിലുള്ള ഹൈഡ്രജൻ എന്ത് ചെയ്യും? അവരുടെ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്സിജനിലോട്ട് ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തത് നെഗറ്റീവ് ചാർജായി. ഹൈഡ്രജൻ അവിടെ ചെന്നത് OH ആയിട്ട് മാറുമ്പോൾ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റില് ഇങ്ങനെ ഒരു OH ഇവിടെ ആകും. ദെൻ എഗൈൻ നമ്മുടെ ഗ്രൂപ്പ് ഏത് പൊസിഷനിലാണ്? പാരാ പൊസിഷനിൽ നമ്മുടെ ഗ്രൂപ്പ് ഇരിക്കും. അപ്പൊ ഇതൊരു പാരാ പ്രൊഡക്റ്റ് എനിക്ക് ഇവിടെ കിട്ടും. അപ്പൊ എനിക്ക് അലയിൽ അറയിൽ ഈതറില് ക്ലേസൺ റീഅറേഞ്ച്മെന്റ് അല്ലെങ്കിൽ 3-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ എനിക്ക് 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഒരു ഓർത്തോ പ്രൊഡക്റ്റും ഉണ്ട്, ഒരു പാരാ പ്രൊഡക്റ്റും ഉണ്ട്. ഓക്കെ, ഇതിൽ മേജർ പ്രൊഡക്റ്റ് ഓർത്തോ ആണ്. നമുക്ക് മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്. അലയിൽ അറയിൽ ഈതറിൽ ക്ലേസൺ റീഅറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് ആണ് കിട്ടുക. ഓർത്തോയും കിട്ടും, പാരായും കിട്ടും. അതിൽ തന്നെ മേജർ പ്രൊഡക്റ്റ് ഓർത്തോ ആണ്. ഓക്കെ, നിങ്ങൾ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കേസ് ഞാൻ പറയുവാണ്. ഇവിടെ കണ്ടോ, ഇത് ഓക്സിജൻ ആണ്. ഈ ഒരു കേസ് നോക്കിക്കേ. ഇവിടെ നമ്മുടെ 2 ഓർത്തോ പൊസിഷൻസും ബ്ലോക്ക്ഡ് ആണ്. അതായത് ഇവിടെ ഒരു ഹൈഡ്രജൻ അവൈലബിൾ ഉണ്ടോ? ഇല്ല. ഓർത്തോ ഹൈഡ്രജൻസ് ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഓർത്തോ പൊസിഷനിൽ നമുക്ക് ഹൈഡ്രജൻസ് ഉണ്ടെങ്കിലേ അറോമാറ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കീറ്റോൺ ഫോമിൽ തന്നെ നിൽക്കും. നമുക്ക് അറോമാറ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഓർത്തോ ഹൈഡ്രജൻ വേണം. പക്ഷെ ഓർത്തോ ഹൈഡ്രജൻ ഇല്ലാത്ത കേസിൽ ഇവിടെ എന്തായിരിക്കും കിട്ടുക? നമുക്ക് പാരാ പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അത് ഓർത്തോളുക. നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻസിൽ ഓർത്തോയില് വന്ന് ഉള്ള ഗ്രൂപ്പ് അറ്റാച്ച്മെന്റ് കാണാൻ കഴിയും. പക്ഷെ അതായിരിക്കും ഈ ഒരു കേസിൽ ആൻസർ. ഓർത്തോ പൊസിഷനിൽ ഹൈഡ്രജൻസ് ഫ്രീ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മുടെ ആൻസർ സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് അവിടെ നടക്കുക? ഇവിടെ 2 R ഗ്രൂപ്പ് ഓർത്തോ പൊസിഷൻസിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് നടക്കുന്നത് എങ്ങനെയായിരിക്കും? ഇവിടെ 1, 2, 3 ഇവർക്ക് 1, 2, 3. ഓക്കെ, ഇത് ബോണ്ട് ബ്രേക്ക് ചെയ്തു. ദെൻ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഡബിൾ ബോണ്ട് ഡോ ആയി. ദെൻ ഇവിടെ നമ്മുടെ ഈ തേർഡ് കാർബണിലോട്ട് വന്നു. ഓക്കെ, അപ്പൊ ഇവർ തമ്മിൽ ആദ്യം 3-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് നടക്കും. നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ, ഇവിടെ നമ്മുടെ തേർഡ് പൊസിഷനിൽ ആ ഗ്രൂപ്പ് വന്നു. പക്ഷെ ഇവിടെ എന്തല്ല, ഹൈഡ്രജൻസ് അവൈലബിൾ അല്ല. അപ്പൊ ഇതും കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുവോ? ഇവിടെ നമ്മുടെ ഒരു അരോമാറ്റിസിറ്റി ലോസ്റ്റ് ആയതാണ്. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് റിയാക്ഷൻസ് സ്റ്റോപ്പ് ചെയ്യില്ല. ഈ റിയാക്ഷൻസ് വീണ്ടും എഗെയിൻ ഒരു 3-3 സിഗ്മാട്രോപിക്കും കൂടെ ഇവർ പെർഫോം ചെയ്യും. 1, 2, 3. ഓക്കെ, ബ്രേക്ക് ചെയ്ത് ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട്. ഓക്കെ, ഇവിടെ തേർഡ് പൊസിഷനിൽ നെഗറ്റീവ് ചാർജ്. ഓക്കെ, അപ്പൊ ഈ തേർഡ് പൊസിഷൻ വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്തു. അപ്പോ നമ്മുടെ പ്രൊഡക്റ്റ് എന്ത് വരും? ഓക്കെ, തേർഡ് പൊസിഷനിൽ നമ്മുടെ ഗ്രൂപ്പ് വന്നു. ഡബിൾ ബോണ്ട് ഡോ ഉണ്ട്. ഈ 2 പൊസിഷനിലും മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്. ദെൻ ഇവിടെ ഹൈഡ്രജൻസ് ഫ്രീ ആണ്. ഓക്കെ, അപ്പൊ ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. O-OH ആകും. കംപ്ലീറ്റ് അറോമാറ്റിക് സിസ്റ്റം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ കഴിയും അല്ലെ? ഇങ്ങനൊരു OH വരും, OH വരുന്നു, R ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ നമ്മുടെ പാരാ പ്രൊഡക്റ്റ് ആയിരിക്കും ഈ ഒരു കേസിൽ കിട്ടുക. ഇനി നേരെ മറിച്ച് നമ്മുടെ പാരാ പൊസിഷനിലും ബ്ലോക്ക്ഡ് ആണെങ്കിലോ?
ഇതാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലോ, ഇവിടെയും ഒരു ആർ ഗ്രൂപ്പ് ആണ്, ഇവിടെയും ഒരു ആർ ഗ്രൂപ്പ് ആണ്, ഇവിടെയും ഒരു ആർ ഗ്രൂപ്പ് ആണെങ്കിൽ ഇവിടെ ഒരിടത്തും എന്തില്ല, ഹൈഡ്രജൻസ് അവൈലബിൾ അല്ല. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മളോട് ഹീറ്റ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നോ പ്രൊഡക്റ്റ് ഈസ് ഫോംഡ്. അത് ഓർത്തോളുക. പാരാ പൊസിഷനും ഓർത്തോ പൊസിഷൻസും എല്ലാം ബ്ലോക്ക്ഡ് ആണ്. ഇവിടെ ഒന്നും ഹൈഡ്രജൻസ് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ഇവിടെ കിട്ടുകയില്ല. ഓക്കെ, കാരണം ഇവിടുത്തെ അരോമാറ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ആരും ഇല്ല. അപ്പൊ ഈ ഒരു കേസ് മനസ്സിലായില്ലേ? ക്ലേസൺ റീഅറേഞ്ച്മെന്റിലെ അറയിൽ ഈതറിന്റെ കേസിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് അവിടെ എന്താണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്? ഓർത്തോ പൊസിഷൻസും പാരാ പൊസിഷൻസിലും ഒരു എക്സ്ട്രാ ഒരു മീഥൈൽ ഗ്രൂപ്പ് എന്തെങ്കിലും ഗ്രൂപ്പ് വന്നു, അവിടെ ഫ്രീ ആയിട്ടുള്ള ഹൈഡ്രജൻ ഇല്ല എങ്കിൽ അവിടെ പ്രൊഡക്റ്റ് കിട്ടുകയല്ല. ഇനി ഓർത്തോ ആണ് പാരായെ വെച്ച് നോക്കുമ്പോൾ മേജർ പ്രൊഡക്റ്റ്. പക്ഷെ ഓർത്തോ പൊസിഷൻസ് ബ്ലോക്ക്ഡ് ആണ്, പാരായിലെ ഹൈഡ്രജൻ ഉള്ളൂ എങ്കിൽ നമുക്ക് കിട്ടുന്നത് പാരാ പ്രൊഡക്റ്റ് ആയിരിക്കും. കാരണം അവിടെ ഹൈഡ്രജൻ ഒരു നെസസറി എലമെന്റ് ആണ് എങ്കിൽ അവിടെ അരോമാറ്റിസിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ ക്ലേസൺ റീഅറേഞ്ച്മെന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ ഈ ഓക്സിജന് പകരം ഒരു സൾഫർ ഗ്രൂപ്പ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനില് ഇതുപോലെ ഒരു തയോ ഈതർ എന്ന് പറയും അല്ലെ, സൾഫർ തയോ ഈതർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവര് ഹീറ്റ് ചെയ്താൽ ഇവിടെ നമ്മള് നമ്മൾ നെയിം കൊടുക്കുമ്പോൾ 1 2 3 1 2 3 എന്ന് വെച്ച് ഇവിടെ 3 3 കണക്ട് ചെയ്ത് അങ്ങനെ ഒരു സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ഇവിടെ നടക്കുകയല്ല. ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അങ്ങനത്തെ ഒരു കേസ് ഇവിടെ പോസിബിൾ അല്ല. അപ്പൊ ഓർത്തിരിക്കുക, തയോ ഈതർ ആണ് നമ്മുടെ റിയാക്റ്റന്റ് എങ്കിൽ അവിടെ 3 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച് നടക്കുകയില്ല. പകരം ഇവിടെ നടക്കുന്നത് ഒരു സൈക്ലൈസേഷൻ ആണ്. തയോ ഈതർ ആണ് എന്റെ ക്വസ്റ്റ്യൻ എങ്കിൽ അവിടെ നടക്കുന്നത് സൈക്ലൈസേഷൻ ആയിരിക്കും നടക്കുക. ഓക്കെ, ഇവിടെ ഒരു സൈക്ലൈസേഷൻ, ഒരു 5 മെമ്പേർഡ് റിംഗ് ആയിരിക്കും ഫോം ചെയ്യുക. നമ്മുടെ ബെൻസീൻ റിംഗ് ഇതുപോലെ ഒരു 5 മെമ്പേർഡ് റിംഗ്, ഒരു സൈക്കിൾ ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. അത് ഓർത്തോളുക തയോ ഈതറിന്റെ കേസിൽ. തയോ ഈതർ. ഓക്കെ, 3 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ഇവിടെ നടക്കില്ല. ഇനി നെക്സ്റ്റ് അസോ കോമ്പൗണ്ട് ആണെങ്കിൽ, അസോ എന്ന് വെച്ചാൽ എന്താ, നൈട്രജൻ അല്ലേ. അപ്പൊ നൈട്രജൻ ഉള്ള കോമ്പൗണ്ട് ആണെങ്കിൽ അവിടെ എന്താണ് നടക്കുക നോക്കാം. ഇവിടെ NH, ഓക്കെ ഇവിടെ നോക്കുക, നമ്മുടെ കാർബൺ 1 2 3. ഓക്കെ, നൈട്രജൻ അറ്റാച്ച് ചെയ്ത കാർബൺ 1, നൈട്രജന് 1 അല്ലെ, ഏതായാലും ഗ്രൂപ്പിലാണ് 1 കൊടുക്കുക. നമ്മൾ ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജന് 1 കൊടുക്കും, സൾഫർ ആണെങ്കിൽ സൾഫറിന് 1 കൊടുക്കും. ഇവിടെ നമ്മൾ നൈട്രജൻ 1 കൊടുത്തു, then 2 then 3. ഓക്കെ, 1 1 ബോണ്ട് ബ്രേക്ക് ചെയ്തു, then ഈ ബോണ്ട് 1 2 ഷിഫ്റ്റ് ചെയ്തു, 2 3 ബോണ്ട് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു, then ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതായത് ഈ 3 3 തമ്മിലാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ത് നടക്കുന്നുണ്ട്, ഇവിടെ 3 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് പോസിബിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എങ്ങനെ വരും? ഇത് എങ്ങനെയാണ് ഇതിന്റെ ഷിഫ്റ്റ് നടക്കുക ഒന്നും കൂടെ നോക്കിക്കോളൂ. ഇവിടുത്തെ ഷിഫ്റ്റ് നടക്കുന്നത് നോക്കിക്കോളൂ, 1 2 3 1 2 3. ഓക്കെ, ബ്രേക്ക് ചെയ്തു, ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഇവിടെ നെഗറ്റീവ് ചാർജ് വരും അല്ലെ. ആ നെഗറ്റീവും ഇവിടുത്തെ ഈ പോസിറ്റീവ്, ഞാനത് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, നിങ്ങളിത് മനസ്സിൽ ഓർത്തോണം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും, ഈ കാർബണിൽ ഒരു പോസിറ്റീവ് ചാർജ് വന്നപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്തു 3 3 സിഗ്മാട്രോപിക്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അസോ കോമ്പൗണ്ടിൽ ഒരു 3 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡബിൾ ബോണ്ട് NH, ഇവിടെയാണ് ഡബിൾ ബോണ്ട്. ഓക്കെ, ഇവിടെ അറോമാറ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവിടെ കീറ്റോയിനൽ ടോട്ടോമർസം പോസിബിൾ അല്ലല്ലോ, സോ ഇത്രയും കൂടെ നമ്മുടെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇതാണ് ക്ലേസൺ റീഅറേഞ്ച്മെന്റ്. ഇപ്പൊ ക്ലേസൺ റീഅറേഞ്ച്മെന്റ് എന്താണ് കണ്ടത്? അതൊരു 3 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ്. അലൈൽ വിനൈൽ ഈഥറോ അല്ലെങ്കിൽ
അലയിൽ അറയിൽ ഈതറോ ഈ ഒരു റീഅറേഞ്ച്മെന്റ് തരുന്നുണ്ട്. അതുകൂടാതെ അസോ കോമ്പൗണ്ടും ഈ ഒരു റീഅറേഞ്ച്മെന്റ് തരുന്നുണ്ട്. ദെൻ നമുക്ക് അലയിൽ അറയിൽ ഈതറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഓർത്തോ പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ. ഓർത്തോയിൽ ഹൈഡ്രജൻസ് അവൈലബിൾ അല്ലെങ്കിൽ പാരാ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇനി ഓർത്തോയിലും പാരായിലും ഹൈഡ്രജൻസ് ഒന്നും ഇല്ലെങ്കിൽ അവിടുത്തെ പ്രൊഡക്റ്റ് ഫോം ചെയ്യില്ല. ഓക്കെ. ദെൻ തയോ ഈതറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ സൈക്ലൈസേഷൻ ആണ് നടക്കുക, സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് നടക്കില്ല. അസോ കോമ്പൗണ്ട് ആണെങ്കിൽ സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് നടക്കും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഒരു റീഅറേഞ്ച്മെന്റ് ആണ് കോപ്പ് റീഅറേഞ്ച്മെന്റ്. നോക്കോളൂ, COP, കോപ്പ് റീഅറേഞ്ച്മെന്റ്. ഇതും ഒരു 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ദെൻ ഇവിടുത്തെ നമ്മുടെ റിയാക്ടന്റ് എന്ന് പറയുന്നത് 1,5-ഡൈഈൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഏത് ടൈപ്പ് ആണ് എന്നറിയണം. ദെൻ ഇത് തരുന്ന ഏത് റിയാക്ടന്റ് ആണെന്ന് അറിയണം. ഇത് തരുന്നത് ഒരു 1,5-ഡൈഈൻ സിസ്റ്റം ആയിരിക്കും ഈ കോപ്പ് റീഅറേഞ്ച്മെന്റ് തരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇതൊരു ഡീജനറേറ്റ് റീഅറേഞ്ച്മെന്റ് ആണ്. ഡീജനറേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എനർജി സെയിം ആയിരിക്കും. ഓക്കെ. ആ ഒരു ടൈപ്പ് നമ്മുടെ റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെ എനർജി സെയിം ആയിരിക്കും, ആണ് ഡീജനറേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊരു 3,3 സിഗ്മാട്രോപിക് ആണ്. ദെൻ 1,5-ഡൈഈൻ ആണ്. എക്സാമ്പിൾ കാണിക്കാം. ഓക്കെ. ഈ ഒരു കേസ് നോക്കുമ്പോൾ 1,5-ഡൈഈൻ എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് പൊസിഷനിലും 5th പൊസിഷനിലും ഡബിൾ ബോണ്ട് ആയിരിക്കും. ഈ ഒരു കേസിൽ ഇതൊരു 1,5-ഡൈഈൻ സിസ്റ്റം ആണ്. ഇവിടെ എങ്ങനെയാണ് 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് നടക്കുന്നത് നോക്കാം. ഓക്കെ. നമ്മൾ നമ്പറിങ് കൊടുത്തു 1, 2, 3. ഇവിടെയും 1, 2, 3. 1, 1 ബോണ്ട് ബ്രേക്ക് ചെയ്യും. ദെൻ 1, 2 ഡബിൾ ബോണ്ട് ആകും. ഈ ഡബിൾ ബോണ്ട് ഒരു ന്യൂ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇങ്ങനെ. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ വരും? ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. 3, 3 ഒരു സിംഗിൾ ബോണ്ട്. ഓക്കെ. 1, 2, 3. ദെൻ 1, 2, 3. ഓക്കെ ആയില്ലേ? ഇതാണ് നമ്മുടെ 3,3 സിഗ്മാട്രോപിക് നടന്ന 1,5-ഡൈഈനിൽ നടന്നു കഴിഞ്ഞ് കിട്ടുന്ന പ്രൊഡക്റ്റ്. ഇനി എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണെങ്കിലോ? നമ്മളിപ്പോ അതിന്റെ കാര്യം കൂടെ നോട്ട് ചെയ്യുക. ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ രണ്ട് ഗ്രൂപ്പ്, മീഥൈൽ ഗ്രൂപ്പ്, 2 മീഥൈൽ ഗ്രൂപ്പ്, ഡബിൾ ബോണ്ടഡ് സിസ്റ്റം. 1, 2, 3. 1, 2, 3. 1, 1 ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഓക്കെ. ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് സിംഗിൾ ബോണ്ട് ഡബിൾഡായി. ഇത് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഡബിൾ ബോണ്ട് ആയി. ഇവിടെ CH3 ഉണ്ട്. ഗ്രൂപ്പ്സ് എല്ലാം അതേപോലെ തന്നെ അറേഞ്ച് ചെയ്യാം. CH3, CH3. ഓക്കെ അല്ലേ? ഇതിൽ നമ്മൾ ഇവരുടെ ഒരു FMO തിയറി, എന്തുകൊണ്ടാണ് ഇത് തെർമലി മാത്രം അലൗഡ്? അത് നമ്മൾ നേരത്തെ കണ്ടല്ലോ, തെർമലി മാത്രമാണ് ഇവർ അലൗഡ്. ഈ 3,3 സിഗ്മാട്രോപിക് എന്ന് പറയുന്നത് തെർമലി മാത്രമേ അലൗഡ് ഉള്ളൂ. അതിന് റീസൺ എന്താണ്? അതാണ് നമ്മൾ FMO തിയറിയിൽ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഞാൻ ഈ 1,5-ഡൈഈന്റെ കേസ് എടുത്ത് കാണിക്കാം. ഇതിനെ ഹീറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബ്രേക്കിംഗ് അല്ലേ നടക്കുക? ഇത് ബ്രേക്ക് ചെയ്തിട്ട് റാഡിക്കൽസ് ആണ് ഫോം ചെയ്യുക. നടുക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെയല്ലേ ബ്രേക്ക് ചെയ്തത്? ഇപ്പൊ ഇവിടെ ഓരോ പൊസിഷനിലും ഓരോ റാഡിക്കൽസ് ഫോം ചെയ്യുന്നു. ഓക്കെ. അതിന് നമ്മൾ എന്തെന്ന് പറയാം? അലൈൽ റാഡിക്കൽസ് എന്ന് പറയാം അല്ലെ? ഇപ്പൊ 2 അലൈൽ റാഡിക്കൽസ് കിട്ടും. ഇവർക്ക് 2 പേർക്കും റെസൊണൻസ് പോസിബിൾ അല്ലേ? അതായത് ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ഇവിടെ ഡബിൾ ബോണ്ടഡ് ആകും. ഓക്കെ. ഇവരെയും അതുപോലെ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്താൽ ഇവിടെ റാഡിക്കൽസ് ഫോം ചെയ്തു. ഈ റാഡിക്കൽ ആണ് ഇനി കണക്ട് ചെയ്യുന്നത്. അപ്പോ ഇവർ കണക്ട് ചെയ്യണമെങ്കിൽ ഈ റാഡിക്കലിന്റെ ഈ ഒരു അലൈൽ റാഡിക്കലിന്റെ ഹോമോയും ഈ ഒരു അലൈൽ റാഡിക്കലിന്റെ ഹോമോയും തമ്മിൽ സെയിം സിമ്മട്രി ആയിരിക്കണം അല്ലെ? നമ്മൾ FMO കുറെ കണ്ടതാണല്ലോ. അപ്പോ അവര് അങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ അവരുടെ സിമ്മട്രി എന്തായിരിക്കണം? ഹോമോയിലെ സിമ്മട്രി സെയിം ആയിരിക്കണം. നമുക്ക് നോക്കാം അത് സെയിം ആണോന്ന്. ഇവിടെ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 3 ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു റാഡിക്കലും 2 ബോണ്ടിലെ 2 ഇലക്ട്രോൺസും. അപ്പൊ 3 ഇലക്ട്രോൺസിന് നമ്മൾ Psi1, Psi2, Psi3 അങ്ങനെയല്ലേ എടുക്കുക? Psi3 ഇങ്ങനെയല്ലേ എടുക്കുക? ടോട്ടൽ 3 ഇലക്ട്രോൺസ് ആകുമ്പോൾ 1, 2, 3 അല്ലേ? അപ്പൊ ഇവരുടെ Psi2 ആണ് ഇവിടുത്തെ ഹോമോ ഒരാളുടെ. നെക്സ്റ്റ് ആളുടെയും Psi2 തന്നെയല്ലേ ഹോമോ? 3 തന്നെയല്ലേ ഇലക്ട്രോൺസ്? അപ്പൊ ഹോമോ Psi2 കണക്ഷൻ ചെയ്യുമ്പോൾ അവിടെ എന്ത് ബോണ്ട് ഫോം ചെയ്യും? ഓക്കെ. അത് തെർമൽ കണ്ടീഷനിൽ. ഇനി ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ ആയി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഇലക്ട്രോണ്
എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? സൈറ്റ് 3 ഷിഫ്റ്റ് ചെയ്യും ഒരാളുടെ. അപ്പൊ ഒരാളുടെ ഹോമോ സൈറ്റ് 3യും മറ്റേ ആളുടെ സൈറ്റ് 2 ആകും. അപ്പൊ അവരുടെ സിമെട്രി സെയിം ആവില്ല. അപ്പൊ സൈറ്റ് 3 സൈറ്റ് 2 എന്ന് വെച്ചാൽ ബോണ്ട് ഫോം ചെയ്യില്ല. ഫോട്ടോ കെമിക്കൽ കണ്ടീഷനില് ഇവര് എന്താ ബോണ്ട് ഫോം ചെയ്യില്ല. സോ ഇറ്റ് ഈസ് ഫോട്ടോ കെമിക്കലി ഫോർബിഡൻ ആണ്. പക്ഷെ തെർമലി മാത്രമേ ഇത് സിമെട്രി അലൗഡ് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് തെർമൽ കണ്ടീഷനിൽ 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് നടക്കുക എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ദെൻ വേറൊരു ടൈപ്പ് റീഅറേഞ്ച്മെന്റ്, ഒരുപാട് നെയിം റിയാക്ഷൻസ് ഉണ്ട്, നിങ്ങളത് കൺഫ്യൂഷൻ ആവരുത്. ദെൻ നെക്സ്റ്റ് വൺ ഓക്സി കോപ്പ് റീഅറേഞ്ച്മെന്റ്. അപ്പോ കോപ്പ് റീഅറേഞ്ച്മെന്റ് 1,5 ഡൈഇൻ ആണ്. ഓക്സി എന്ന് പറയുമ്പോൾ ഒരു OH ഗ്രൂപ്പ് കൂടി ഇവിടെ വരും. അത് ഏത് പൊസിഷനിലാണെന്ന് വെച്ചാൽ 3rd പൊസിഷനിലാണ് ഈ OH ഗ്രൂപ്പ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ റിയാക്ടന്റ് എങ്ങനെ ഇരിക്കും നോക്കാം. ഈ ഒരു 3rd പൊസിഷനിൽ OH വരുന്നു. നമ്മൾ നെയിം കൊടുക്കുമ്പോൾ ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അല്ലെ, അലൈൽ കാർബൺ നെയിം കൊടുത്തു. ദെൻ ഇവിടെ 1,1 ബോണ്ട് ബ്രേക്ക് ചെയ്തു അല്ലെ. ഓക്കെ, അവിടെ ഹീറ്റ് ചെയ്തു. 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് നടക്കുമ്പോൾ ഈ ഒരു ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് പോയി, ഇത് ഇവിടെ വന്നു. ഓക്കെ, അപ്പോ ഇവരുടെ പ്രൊഡക്റ്റ് എങ്ങനെയാ നമുക്ക് കിട്ടുക? 1, 2 ഒരു ഡബിൾ ബോണ്ട് വരും. 3, പുതിയ ബോണ്ട് ഫോം ചെയ്തു. 3 2 ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആകും. 2 1 ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. ഓക്കെ, അപ്പോ എങ്ങനെ ഇവരുടെ പ്രൊഡക്റ്റ് വരും? ഓക്കെ, ഇവരുടെ പ്രൊഡക്റ്റ് 1 2 ഇവിടെയും രണ്ടിടത്തും ഒരു ഡബിൾ ബോണ്ട് വരുന്നു. ദെൻ OH അതേപോലെ തന്നെ നിൽക്കുന്നു. ഓക്കെ, ആ 1,1 ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് പുതിയ ബോണ്ട് 3 3 ഫോം ചെയ്തു. ദെൻ 1 2 ഡബിൾ ബോണ്ട്, ഇവിടെയും 1 2 ഡബിൾ ബോണ്ട്. ഓക്കെ അല്ലേ? ദെൻ ഇനി ഇവിടെയും കൊണ്ടും നമ്മുടെ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യില്ല. ഇവർക്കൊരു കീറ്റോയിനോൾ ടോട്ടോമറിസം എക്സിബിറ്റ് ചെയ്യാൻ കഴിയുമല്ലോ, അതുകൂടെ നമ്മൾ നോക്കുക. ഇവിടുത്തെ OHലെ ലോൺ പെയർ എന്ത് ചെയ്യും? ഈ ബോണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോ ഈ ഡബിൾ ബോണ്ടിലെ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ നമ്മുടെ ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരും അല്ലെ. ഇവിടെ O+H എന്നാകും. ഓക്കെ, ഇനി ആ H+ ആയിട്ട് റിലീസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ആ H+ ആയിട്ട് പോകുന്ന Hനെ ആര് പിടിക്കും? ഈ സെക്കൻഡ് കാർബൺ എടുക്കും. അപ്പൊ ഇവിടെ എന്തായി മാറി? ഹൈഡ്രജൻ ആയി മാറി. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, സെക്കൻഡ് കാർബണിൽ ഹൈഡ്രജൻ ആയി. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് ഇതൊരു ഈനോൾ പ്രൊഡക്റ്റ് കീറ്റോൺ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. അപ്പൊ ഇതൊരു കാർബണൈൽ കോമ്പൗണ്ട് അല്ലേ. അപ്പൊ ഈ ഓക്സികോപ്പ് റീഅറേഞ്ച്മെന്റ് ഒരു യൂസ് എന്ന് പറയുന്നത് സിന്തസിസ് ഓഫ് കാർബണൈൽ കോമ്പൗണ്ട്. കാർബണൈൽ കോമ്പൗണ്ടിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഓക്സികോപ്പ് റീഅറേഞ്ച്മെന്റ് കിട്ടിയല്ലോ. 3rd പൊസിഷനിലാണ് OH ഉള്ളത്. ആ 3rd പൊസിഷനിലെ OHല് എന്താ നമ്മള് അവരെ എന്ത് ചെയ്തു? നമ്മൾ 1,1 ബോണ്ട് ബ്രേക്ക് ചെയ്തു. 3 3 സിഗ്മാട്രോപിക് ചെയ്ത് കഴിഞ്ഞിട്ട് OHനെ നമ്മൾ അവിടെ തന്നെ നിർത്തുകയല്ല, വീണ്ടും ഒരു കീറ്റോയിനോൾ ടോട്ടോമറിസം കൂടെ ചെയ്യിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടൈപ്പാണ് അസാകോപ്പ് റീഅറേഞ്ച്മെന്റ്. ഓക്കെ, ഓക്സികോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരുന്നു? ഒരു OH ഗ്രൂപ്പ് 3rd പൊസിഷനിൽ വന്നു. അസ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? ഒരു നൈട്രജന്റെ പ്രസൻസ് ഉണ്ട്. അതുപോലെ 1,5 ഡൈഇനും ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അവരുടെ റിയാക്ടന്റ് എങ്ങനെ ഇരിക്കും നോക്കാം. ഓക്കെ, ഡബിൾ ബോണ്ട്, 2 ഗ്രൂപ്പ് ഉണ്ട്, R', ഇവിടെ ഒരു നൈട്രജൻ ഒരു പോസിറ്റീവ് ചാർജും ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കുക, ഇത് എത്ര കാർബൺ ഉള്ള സിസ്റ്റം ആണ്? 1 2 3, ഇവിടെ ഒരു 4, ദെൻ NH5, ദെൻ 6. ഇതൊരു 6 കാർബൺ ഉള്ള ഒരു 6 മെമ്പേഴ്സ് ഉള്ള ഒരു സിസ്റ്റം ആണ്. ദെൻ നമ്മൾ ഇവരെ സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് നടത്തിക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ നെയിമിങ് കൊടുക്കുക. അലൈൽ കാർബൺ 1 2 3. ഓക്കെ, ഇവിടെയും 1 2 ഇത് 3.
1 ബോണ്ട് ബ്രേക്ക് ചെയ്തു അല്ലെ, 1 ബോണ്ട് ബ്രേക്ക് ചെയ്തു. ദെൻ ആ ഒരു ഡബിൾ ബോണ്ടിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഈ ഡബിൾ ബോണ്ട് അപ്പൊ ഇവിടെ ഒരു പുതിയ ബോണ്ട് 3യും 3യും തമ്മിൽ പുതിയ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ നിങ്ങൾ ഓർത്തോണം, ഡബിൾ ബോണ്ട് തേർഡ് കാർബണിൽ കൊടുക്കുന്നു, അപ്പൊ അത് നെഗറ്റീവ് ചാർജ് ആകും. ഇവിടുത്തെ തേർഡ് കാർബൺ പോസിറ്റീവ് ചാർജ് ആകും. അപ്പൊ ഈ 3യും 3യിൽ കണക്ഷൻ വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെ നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുക? ഫൈനൽ പ്രൊഡക്റ്റ് എഴുതുമ്പോ ഇങ്ങനെ ഒന്നും കൂടെ ആ ഒരു ഷിഫ്റ്റ് കാണിച്ചു തരാം, നോക്കോളൂ. NH അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഡബിൾ ബോണ്ട് 2 ഗ്രൂപ്പ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ 1 2 3, ദെൻ 1 2 ഇവർക്ക് 3, 1 ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഈ ഇവിടുത്തെ സിംഗിൾ ബോണ്ട് ഇങ്ങോട്ട് ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. ഓക്കെ, ഈ ഡബിൾ ബോണ്ട് നമ്മൾ ന്യൂ ബോണ്ട് ഫോം ചെയ്യിക്കും. ദെൻ ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോ നമുക്ക് കിട്ടുന്നത് ഈ 2ലും 3യിലും, ഇവിടുത്തെ 2ലും 3യിലും എന്താ, സോറി, ഇവിടുത്തെ ഈ 1 ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഞാൻ ഇതൊന്ന് നമുക്കൊരു റിംഗ് ഫോമിൽ ഒന്ന് എക്സ്പ്രസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, കുറച്ചും കൂടെ ഒരു എളുപ്പത്തിന് നമുക്ക് ഈ ഒരു സ്ട്രക്ചറിനെ ഇങ്ങനെ മാറ്റി വരയ്ക്കാം. നോക്കിക്കോളൂ, ഇവിടെ 2ലും 3യിലെയും സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയി. ഓക്കെ, ദെൻ നമ്മുടെ 6th പൊസിഷൻ ഇതാണ്, 1 2 3 4 5 6. ഓക്കെ, നോക്കിയോളൂ, നമ്മുടെ 1 2 3 4 5 6 നമ്പർ കൊടുക്കാം. 1 ഇവിടെ 2 3 4 5 6. ഓക്കെ, 4 5 6. ഓക്കെ, ആ 6th പൊസിഷനിലാണ് 2 ഗ്രൂപ്പ്സ് വന്നിരിക്കുന്നത്. 5th പൊസിഷനിൽ NH അല്ലെ? ഓക്കെ, ആ 5th പൊസിഷനിൽ നമുക്ക് NH ഉണ്ട്, അവിടെയും NH ആയിരുന്നു. ദെൻ 4ലും 5ലും ഡബിൾ ബോണ്ട്. ഓക്കെ ആയില്ലേ? 4ലും 5ലും ഡബിൾ ബോണ്ട് ആയി. ദെൻ 4 3 ബോണ്ട് ബ്രേക്ക് ചെയ്തു, അതും ഓക്കെ ആയി. ദെൻ 2ലും 3ലും ഡബിൾ ബോണ്ട്, 1ലും 2ലും സിഗ്മ ബോണ്ട്, ദെൻ 1 6 ന്യൂ ബോണ്ട് ഫോം ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ പഠിക്കാനായിരിക്കും ഒന്നും കൂടെ നമുക്ക് എളുപ്പമായിട്ട് തോന്നാം. നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? അവിടുത്തെ ബോണ്ട് ഷിഫ്റ്റ് നോക്കുമ്പോൾ 4ലും 3ലും ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ദെൻ 5ലും 4ലും ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. അപ്പൊ ഡബിൾ ബോണ്ട് ഫോം ചെയ്തപ്പോൾ NHന്റെ N+ന്റെ ആ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻസി മാറി. ദെൻ ആ 5ഉം 6ഉം തമ്മിലുള്ള ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയി. 6ൽ 2 മീഥൈൽ ഗ്രൂപ്പ്. ദെൻ 6ഉം 1ഉം തമ്മിൽ ന്യൂ ബോണ്ട് ഫോം ചെയ്തു. 1 2ലെ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയി. 2 3ലെ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുന്നത് അസാകോപ്പ് റീഅറേഞ്ച്മെന്റിൽ. ഓക്കെ, ആ ഒരു റീഅറേഞ്ച്മെന്റ് ക്ലിയർ ആയല്ലോ? അവിടെ നമ്മൾ നൈട്രജൻ ആണ്. ദെൻ കോപ്പ് റീഅറേഞ്ച്മെന്റ് 3 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ് ഇവിടെയും പോസിബിൾ ആയത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഒരു കേസ് നോക്കാം. ഈ അസാകോപ്പിൽ തന്നെ ഒരു കേസാണ് സിലൈൻ ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്നത്. സിലൈൻ ഡെറിവേറ്റീവ് നോക്കാം. സിലൈൻ ഡെറിവേറ്റീവ് SiR3 ആണ്. R3 ഒരു R ഗ്രൂപ്പ്, N+H. ഓക്കെ, നോക്കിക്കോളൂ, ഇവിടെ 1 2 3 4 5 then 6. ഓക്കെ, ഇവിടുത്തെ 3 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് നോക്കാം. ഈ സിലൈൻ ഡെറിവേറ്റീവ്, ഈ സിലൈൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗുഡ് ലീവിംഗ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, അത് ഓർത്തോളാം, ഇതൊരു ഗുഡ് ലീവിംഗ് ഗ്രൂപ്പ് ആണ്. ഇവിടുത്തെ എങ്ങനെയായിരിക്കും? 1ഉം 6ഉം തമ്മിൽ ന്യൂ ബോണ്ട് ഫോം ചെയ്യും. ഈ 3ഉം 4ഉം തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഇവിടുത്തെ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആകും. ദെൻ ഇവിടെ ഒരു എന്താ 4ഉം 5ഉം തമ്മിൽ
ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ പഠിച്ച ആ രീതിയിൽ തന്നെ ഫൈനൽ പ്രൊഡക്റ്റ് എഴുതാം. ഓക്കെ, നോക്കോളൂ. ഓക്കെ, ഇതില് നമ്പറിംഗ് കൊണ്ട് ചെയ്ത് പറയാം. ഇത് ഫസ്റ്റ് പൊസിഷനില്, ദെൻ 2 3 4 ബ്രേക്ക് ആയി, 5 6 6. ഓക്കെ, നോക്കോളൂ. ഇനി ഫസ്റ്റ് പൊസിഷനിൽ സിലൈൻ ഗ്രൂപ്പും ഉണ്ട്, ആർ ഗ്രൂപ്പും ഉണ്ട്. 1 ഉം 2 ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയി. 2 ഉം 3 സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയി. ദെൻ 3 ഉം 4 നമ്മൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു. 4 ഉം 5 സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയി. ദെൻ 5 ഉം 6 നമ്മൾ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയി. ഓക്കെ, നമ്മുടെ 3 സിഗ്മ ട്രോപ്പിൽ വരുന്ന പോലെ ഡബിൾ ബോണ്ട് എല്ലാം സിംഗിൾ ആയി, സിംഗിൾ എല്ലാം ഡബിൾ ആയി. ഓക്കെ, ദെൻ ഈ സിലൈൻ എന്ന് പറയുന്നത് ഒരു ഗുഡ് ലീവിംഗ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞു. അപ്പൊ സിലൈൻ എന്ത് ചെയ്യും? ഇവരുടെ ഡബിൾ ബോണ്ട് അല്ലെ ഇവരുടെ ഇലക്ട്രോൺസ് 1 2 കൊടുത്തിട്ട് അവര് ലീവ് ചെയ്ത് പോകും. അപ്പൊ ഈ 2 ഉം 3 നമ്മൾ ഡബിൾ ബോണ്ട് എന്തായി? ബ്രേക്ക് ആയി, അത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ദെൻ 4 ലും 5 ലും ഉള്ള ആ ഒരു ബോണ്ട് 5 ലും 6 ലോട്ടും ആയി. സോറി, അത് നമ്മുടെ നൈട്രജനിലോട്ട് കൊടുക്കും. നമ്മുടെ നൈട്രജനിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റില് എന്താ സംഭവിക്കുന്നത്? ഈ സിലൈൻ ഗ്രൂപ്പ് ഒരു ഗുഡ് ലീവിംഗ് ഗ്രൂപ്പ് ആണ്. അപ്പൊ സിലൈൻ ഗ്രൂപ്പ് അവരുടെ ഇലക്ട്രോൺസിനെ കൊടുത്തിട്ട് അവർ ലീവ് ചെയ്തു പോയി. അപ്പൊ 1 2 ഡബിൾ ബോണ്ടഡ് ആയി, 2 3 ഡബിൾ ബോണ്ട്, 4 3 ന്യൂ ബോണ്ട് ഫോം ചെയ്യിച്ചു. ദെൻ 4 5 ഇലക്ട്രോൺസ് ആർക്ക് കൊടുത്തു? നൈട്രജന് കൊടുത്തു. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കംപ്ലീറ്റ് ഒരു 6 മെമ്പേർഡ് റിംഗ് നമുക്ക് കിട്ടും. ഈ ഓപ്പൺ സ്ട്രക്ചർ മാറിയിട്ട് ഇവിടെ NH, ദെൻ ഇതുപോലെ ഒരു കംപ്ലീറ്റ് റിംഗ്, അവിടെ ഒരു 6 ഗ്രൂപ്പും ഉണ്ട്. 1 ലും 2 ലും ഡബിൾ ബോണ്ട് ആയി, NH. ഓക്കെ, ഇത് 1 2 3 4 5 6. അപ്പൊ ഇവിടെ എന്താ ചേഞ്ച് വന്നത്? 3 ലും 4 ലും ന്യൂ ബോണ്ട് ഫോം ചെയ്തു. ഇതൊരു സിലൈൻ ഡെറിവേറ്റീവ് വരുമ്പോഴുള്ള കേസാണ്. ഓക്കെ, സിലൈൻ ഡെറിവേറ്റീവ് വരുമ്പോൾ അവര് ഗുഡ് ലീവിംഗ് ഗ്രൂപ്പ് ആണ്. അവർ ലീവ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് റിംഗ് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ ഒരു ടൈപ്പ് റീഅറേഞ്ച്മെന്റ് കൂടെ പഠിക്കാനുണ്ട്. ക്ലേസൺ കോപ്പ് റീഅറേഞ്ച്മെന്റ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 2 ക്ലേസൺ റീഅറേഞ്ച്മെന്റ് പഠിച്ചു. അവിടെ എന്തായിരുന്നു? ഒരു അലയിൽ വിനൈൽ ഈതർ ആയിരുന്നു. കോപ്പ് റീഅറേഞ്ച്മെന്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? 1,5 ഡൈഈൻ ആയിരുന്നു. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു പ്രൊഡക്റ്റ്, ഒരു റിയാക്ടന്റ് ആണ് നമ്മൾ ക്ലേസൺ കോപ്പ് റീഅറേഞ്ച്മെന്റിൽ യൂസ് ചെയ്യുക. നോക്കാം, ഇതൊരു 1 2 3 4 5 അല്ലെ, 1,5 ഡൈഈൻ ആണ്. അത് നമുക്ക് ക്ലിയർ ആയി. ദെൻ ഇതൊരു അലയിൽ വിനൈൽ ഈതറും ആണ് അല്ലെ. ഓക്സിജൻ നോക്കുക, ഡബിൾ ബോണ്ടഡ് സിസ്റ്റം ഉണ്ട്, ഒരു അലയിൽ സിസ്റ്റവും ഉണ്ട്. അപ്പൊ ഇതൊരു ക്ലേസൺ കോപ്പ് റീഅറേഞ്ച്മെന്റ്. ഇവിടെ എന്താ നടക്കുക? നെയിമും കൊടുക്കുക, 1 2 3. ഓക്കെ, ഇവിടെയും 1 2 3. ദെൻ ഇവരെ ബ്രേക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഈ ഒരു ഓക്സിജനിലെ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തു. ദെൻ 3 3 ബോണ്ട് ഫോം ചെയ്തു. ദെൻ 1 ലും 2 ലും ബോണ്ട്. അപ്പൊ നമുക്കിവിടെ ഫൈനൽ പ്രൊഡക്റ്റ് എങ്ങനെ വരും? ഓക്സിജൻ ഇവിടെ ഉണ്ട്, ഡബിൾ ബോണ്ട് ഇവിടെ വന്നു, ദെൻ ഇവിടെ ഒരു ഡബിൾ ബോണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. ഏത്? ക്ലേസൺ കോപ്പ് റീഅറേഞ്ച്മെന്റിൽ. ഓക്കെ ആയില്ലേ? ഓക്കെ, അപ്പോ ഇത്രയും റീഅറേഞ്ച്മെന്റ് നമ്മൾ നെയിം റിയാക്ഷൻസിൽ പഠിക്കാനുള്ളൂ. നമ്മളിപ്പോ ഇന്ന് എന്തൊക്കെ റീഅറേഞ്ച്മെന്റ് ആണ് കണ്ടത്? ഫസ്റ്റ് നമ്മള് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് എടുത്തു. ആ സിഗ്മാട്രോപിക്കില് ഫസ്റ്റ് നോക്കിയത് ക്ലേസൺ റീഅറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, ആ ക്ലേസൺ റീഅറേഞ്ച്മെന്റ് ഒരു 3 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ്. അലയിൽ വിനൈൽ ഈതറോ അല്ലെങ്കിൽ അറയിൽ വിനൈൽ ഈതറോ അതായിരിക്കും. സോറി, അലയിൽ അറയിൽ ഈതറോ ആയിരിക്കും. അലയിൽ ഗ്രൂപ്പ് എല്ലാത്തിനും മസ്റ്റ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ കണ്ടത് നെക്സ്റ്റ് റീഅറേഞ്ച്മെന്റ് കോപ്പ് റീഅറേഞ്ച്മെന്റ്. അത് 1,5 ഡൈഈൻസിന്റെ കേസിലായിരുന്നു. അത് ഒരു 3 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ്. ദെൻ അവരുടെ FMO നോക്കി. അതിൽ തെർമലി അലൗഡ് ആവാനുള്ള റീസൺ നമ്മൾ FMO തിയറി വെച്ച് പറഞ്ഞു.
ദെൻ ഓക്സി കോപ്പ് റീഅറേഞ്ച്മെന്റ്, അവിടെ എന്തായിരുന്നു ഡിഫറൻസ്? കോപ്പ് റീഅറേഞ്ച്മെന്റ് തന്നെയാണ്, 1,5 ഹെക്സഡൈൻ ആണ്, പക്ഷെ തേർഡ് പൊസിഷനിൽ ഒരു OH ഗ്രൂപ്പ് വരുന്നു. ഓക്കെ, അപ്പോ ആ കേസിൽ നമുക്ക് കാർബണൈൽ കോമ്പൗണ്ടിന്റെ സിന്തസൈസിന് യൂസ് ചെയ്യാം, കീറ്റോയിനോൾ ടോട്ടോമറിസം നടത്തിയിട്ട്. ദെൻ അസാ കോപ്പ് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു നൈട്രജന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ സിലൈൻ ഗ്രൂപ്പിന്റെ കേസ് നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ ക്ലേസൺ കോപ്പ്, അതായത് ക്ലേസൺ റിയാക്ഷനും കോപ്പ് റിയാക്ഷനും കൂടെ കമ്പൈൻ ചെയ്തുള്ള ഒരു കേസ്. ദെൻ അലയിൽ അറയിൽ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓർത്തിരിക്കുക, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ഓർത്തോ പൊസിഷനും പാരാ പൊസിഷനും ബ്ലോക്ക്ഡ് ആണെങ്കിൽ ഒരിക്കലും അവിടെ നമുക്ക് പ്രൊഡക്റ്റ് ഫോം ചെയ്യില്ല. ഓക്കെ, ഇനി ഒരു ചെറിയ ടോപ്പിക്കും കൂടെ ഉണ്ട്, നമുക്ക് ഇവരുടെ സ്റ്റീരിയോ കെമിസ്ട്രിയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. സിഗ്മാട്രോപിക് 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് സ്റ്റീരിയോ കെമിസ്ട്രി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. കോപ്പ് റീഅറേഞ്ച്മെന്റിന്റെ നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രി ഉണ്ട്. ദെൻ 2,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സസിൽ കാണാം. ഓക്കെ, താങ്ക് യു.